ആമേൻ. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് തന്ന ദൈവിക ശബ്ദം സങ്കീർത്തനങ്ങൾ 138 അധ്യായത്തിൽ നിന്നുമാണ്. സങ്കീർത്തനങ്ങൾ 138 നമുക്ക് വളരെ സുപരിചിതമാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ദാവീദിൻ്റെ സങ്കീർത്തനത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ ദാവീദ് ഉരുവിടുന്ന ആ വാക്യമാണ് ഇന്ന് മോർണിംഗ് ഡിവോഷൻ നാം എടുത്തിരിക്കുന്നത്. 138-ാം സങ്കീർത്തനം 7-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, പ്രതികൂലങ്ങളുടെ നടുവിൽ നടന്നാലും, പ്രതിസന്ധികളുടെ നടുവിൽ ഞാൻ ആയിരുന്നാലും. മറ്റൊരിടത്ത് ദാവീദ് പറയുന്നുണ്ട്, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും. മറ്റൊരു നടത്തത്തെ പറ്റിയാ ഇവിടെ പറയുന്നത് കഷ്ടതയുടെ നടുവിൽ നടന്നാലും. അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഞാൻ തകർന്ന് മുടിഞ്ഞ് നശിച്ച് ഇല്ലാണ്ടായി പോകുമെന്നല്ല, മറിച്ച് താൻ പറയുന്നത് നീ എന്നെ ജീവിപ്പിക്കുമെന്നാണ്. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? നമ്മുടെ ജീവിതത്തിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതകളുടെ നടുവിൽ, കൂരിരുൾ താഴ്വരയുടെ നടുവിൽ, പ്രതിസന്ധികൾ പ്രതികൂലങ്ങളുടെ നടുവിൽ, ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കങ്ങളോ രോഗങ്ങളുടെ നടുവിൽ ഞാനിപ്പോൾ ആയിരുന്നാലും എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കും. എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും. എൻ്റെ കർത്താവ് എന്നെ വലങ്കരം പിടിച്ചുയർപ്പിക്കോ. കർത്താവ് എന്നെ പാറമേൽ നിർത്തോ. കർത്താവ് ഒരു പുത്തൻ പാട്ടെൻ്റെ നാവിൽ തരുമോ. ഞാൻ ഇവിടം കൊണ്ട് തീരത്തില്ല, ഞാൻ ഇവിടം കൊണ്ട് തകരത്തില്ല, ഞാൻ ഇവിടം കൊണ്ട് നശിക്കത്തില്ല. കർത്താവ് എന്നെ ജീവിപ്പിക്കും എന്ന് ഉറപ്പുള്ളവർ കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. യേശു ക്രിസ്തുവിന് സ്തോത്രം. നമുക്കറിയാം, കാൽവറിയിൽ വളരെ പീഡകൾ അനുഭവിച്ചു. കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് തൻ്റെ ശരീരം മുഴുവൻ വിരൂപമായി. സ്തോത്രം. തൻ്റെ പുറമെല്ലാം ഉഴവുചാലു പോലെ മെതിക്കപ്പെട്ടു, കുന്തം കൊണ്ട് കുത്തി. സ്തോത്രം. എന്നതുപോലെ ഒരുപാട് തകർച്ചകളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, വേദനകളിലൂടെ യേശു കർത്താവ് കടന്നുപോയി. തൻ്റെ പ്രാണനെ വിട്ടു. സ്തോത്രം. അരിമത്യയിലെ ജോസഫിന്റെ കല്ലറയിൽ തന്നെ കൊണ്ടുവച്ചു. തൻ്റെ ഭൗതിക ശരീരം വെച്ചു. തൻ്റെ കല്ലറയുടെ മുമ്പിൽ വലിയ കല്ലുരുട്ടി വെച്ചു. ഇനി ഒരിക്കലും ഇനി ഒരു എഴുന്നേൽപ്പില്ല എന്ന് ചിന്തിച്ചു. സ്തോത്രം. എന്നാൽ ആ സാഹചര്യത്തെ നാം ഒന്ന് ആത്മാവിൽ കണ്ടു നോക്കിയേ. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അവിടം കൊണ്ട് യേശു എന്ന പേര് തീർന്നു എന്ന ശത്രു ചിന്തിച്ച്, പിശാച് ചിന്തിച്ച്, അങ്ങനെയാ പൈശാചിക ലോകം ചിന്തിച്ച്, അങ്ങനെയാ റോമൻ ഗവൺമെന്റും യഹൂദ മതാനുസാരികളും ചിന്തിച്ച്. പക്ഷേ സ്വത്ര അവിടെ നിന്നും യേശു ജീവിച്ചുയർത്തെഴുന്നേറ്റോ. അവിടെ നിന്നും യേശു ജീവിച്ചുയർത്തെഴുന്നേറ്റോ. മരണപാശങ്ങൾക്ക് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു എന്ന വചനത്തിൽ നാം വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഉറപ്പോടെ വിളിച്ചു പറയണ, ആ ക്രിസ്തുവിനെ ഒതുക്കാൻ, ആ യേശുവിനെ ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ക്രിസ്തു എൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും, ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടെ സഞ്ചരിക്കേണ്ടി വന്നാലും, പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും അകത്തൂടെ ആയാലും നീ എന്നെ ജീവിപ്പിക്കോ, നീ എന്നെ ജീവിപ്പിക്കോ. എത്ര പേർ ഈ പകൽ ഉറപ്പോടെ വിളിച്ചു പറയോ, എനിക്കൊരു എഴുന്നേൽപ്പുണ്ട്, എന്നെ ജീവിപ്പിക്കുന്നവൻ, അവൻ ജീവിക്കുന്നു. എൻ്റെ സ്വത്ര റെഡീമർ, മൈ റെഡീമർ, ഹി ലീവ്സ്, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ദാവീദ് അതാ പറയുന്നത്, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ കണ്ടോ, നീ അവൻ്റെ സ്വന്തം ശക്തി കൊണ്ടൊന്നല്ല, അവൻ്റെ സ്വന്തം ബലം കൊണ്ടല്ല, അവൻ്റെ ഡിഗ്രി കൊണ്ടും പണം കൊണ്ടും കഴിവ് കൊണ്ടുമൊന്നുമല്ല, നീ എന്നെ ജീവിപ്പിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ഉറപ്പുണ്ട്? എൻ്റെ കർത്താവ് എന്നെ ജീവിപ്പിക്കും. രണ്ടാമതായി താൻ പറയുക, ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും.
ജീവിപ്പിക്കും. അപ്പൊ ജീവിപ്പിക്കുന്നത് ആത്മാവാണ്. നമുക്കറിയാം ഒരു ജീവനുമില്ലാതെ കടന്ന നമ്മുടെ ശരീരത്തിലേക്ക് കർത്താവ് തൻ്റെ ശ്വാസത്തെ ഊതി, ആത്മാവിനെ ഊതി നമ്മളെ ജീവിപ്പിച്ചു. അസ്ഥിത്താഴ്വര നമുക്കറിയാം എഗസ്കേലിന്റെ പുസ്തകത്തിൽ സ്വതന്ത്ര ജീവനില്ലാതെ അസ്ഥികൾ ചിതറിക്കിടന്നു. എന്നാൽ ത്വക്കും മാംസവും ഒക്കെ വന്നു പിടിപ്പിച്ചു. എന്നിട്ട് ദൈവം തൻ്റെ ശ്വാസവും അതിലേക്ക് അയച്ചു, ജീവിപ്പിച്ചു. അവർ ഒരു സൈന്യമായി എഴുന്നേറ്റു. ഇന്ന് പകൽ ജീവനില്ലാതെ ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയാണോ, അത് നിങ്ങളുടെ ജോലിയുടെ വിഷയമാകട്ടെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ഏതെങ്കിലും ഇടമാകട്ടെ, സാമ്പത്തിക മേഖലയാകട്ടെ, തലമുറയോടുള്ള വിഷയമാകട്ടെ, എവിടെയാണോ ജീവനില്ലാതെ ഉണങ്ങി മരിച്ചു എന്ന് ചിന്തിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിങ്ങളായിരിക്കുന്നത്, അവിടേക്ക് ഇതാ പരിശുദ്ധാത്മാവിന്റെ കാറ്റ്, അവിടേക്ക് ജീവിപ്പിക്കുന്ന ശ്വാസം, അവിടേക്ക് പരിശുദ്ധ റൂഹ ഇന്ന് പകൽ വീശട്ടെ. ചിലരുടെ നിർജീവത്വങ്ങൾ മാറുന്നു, ചിലരുടെ ശൂന്യതകൾ മാറുന്നു, ചിലരുടെ ചലനമറ്റ അവസ്ഥകൾ മാറുന്നു. അതിനകത്ത് ജീവിപ്പിക്കുന്ന കാറ്റ്, ജീവിപ്പിക്കുന്ന ശ്വാസം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളുടെ മേൽ, വ്യക്തികളുടെ മേൽ വീശുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ പലപ്പോഴും ബലമില്ലാത്തവരായി, ജീവനില്ലാത്തവരെ പോലെ ആയിപ്പോകുന്ന അവസ്ഥകളുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പോൾ പേരിന് ജീവനുണ്ട്, പക്ഷേ സ്തോത്രം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അതാണ് ഈ കഷ്ടതയുടെ അവസ്ഥ. ജീവൻ ഉണ്ട് എന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചതിനെ പോലെ ആയിരിക്കുന്ന അവസ്ഥ. അങ്ങനെ ആയിരിക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളായിരിക്കുന്ന അവസ്ഥക്കകത്തേക്ക് നിങ്ങളെ ജീവിപ്പിക്കുന്ന ആ പ്രതികൂലങ്ങളെ പൊളിച്ച് ദാവീദ് ഇങ്ങനെ പറയുന്നു, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കോ. ഇന്ന് പകൽ ആ ഒരു ധൈര്യത്തോടെ നിങ്ങളെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിക്കുന്ന നെഹമ്യാവ് പറയുകയാണ്. കഷ്ടതയുടെ നടുവിൽ കൂടെ നെഹമ്യാവ് പോകേണ്ടി വന്നു, പ്രതികൂലങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ കൂടെ പോകേണ്ടി വന്നു. എന്നാൽ ആയതിന്റെ നടുവിൽ തകർന്നു മുടിയുമെന്നല്ല നെഹമ്യാവ് പറഞ്ഞത്. എന്റെ സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിച്ചു തരുമോ, എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കോ, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അപ്പൊ നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. നമുക്കറിയാം ദൈവഭക്തനായ ജോസഫ് ഒരുപാട് കഷ്ടതകളുടെ നടുവിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ നിന്നും അവനെ ജീവിപ്പിച്ചെഴുന്നേൽപ്പിച്ച ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? സ്തോത്രം. ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. അടുത്ത ഭാഗത്തേക്ക് ഞാൻ വേഗത്തിൽ സമയം കുറവായതുകൊണ്ട് പോകട്ടെ. ഒന്ന്, നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവം. രണ്ടാമത് പറയുകയാണ്, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും. അപ്പൊ ഒന്ന് ദാവീദ് പറയുക, കഷ്ടതയുടെ നടുവിൽ ഞാൻ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും. രണ്ട്, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും. സ്തോത്രം. അടുത്തതായി താൻ പറയുക, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. അപ്പൊ ഒന്ന്, നിന്നെ ജീവിപ്പിക്കും. രണ്ട്, ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈനീട്ടും. മൂന്ന്, നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും. എന്നിട്ട് അടുത്തത് നാലാമത് പറയുക, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദ ഫിനിഷ്. നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. സ്തോത്രം. ഹി ഈസ് ദ ഓഥർ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഹി ഈസ് ദ ഫിനിഷർ. ഹി ഈസ് ബിഗിനിങ് ആൻഡ് ഹി ഈസ് എൻഡ്. എന്ത് അവൻ നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടോ, സ്തോത്രം, എന്ത് ദർശനവും മിഷനും വിഷനും നിനക്ക് തന്നിട്ടുണ്ടോ, അതിൻ്റെ സമാപ്തിയിലേക്ക് നിന്നെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റുമോ? കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിച്ച് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈനീട്ടി സ്തോത്രം എന്നെ രക്ഷിക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, നിങ്ങളോട് അരുളി ചെയ്ത ദൂതുകൾ അത് നിവർത്തി
പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവന്റെ നാളോളം അത് തികയ്ക്കും, അതിന് സമാപ്തി വരുത്തും, അതിനെ നിവർത്തീകരിക്കും. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ ഈ വചനം ഒന്ന് ആവർത്തിച്ചു പറയോ? ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കോ. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈ നീട്ടോ, നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇന്ന് ഒരു പൂർത്തീകരണമില്ലാതെ ഇങ്ങനെ നീണ്ടു പോകുന്ന ചില വിഷയങ്ങളില്ലേ? നാളുകളായി കർത്താവ് ഈ പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചിച്ചു പറയുന്നു, കർത്താവ് ചിലർക്ക് സമാപ്തി വരുത്താൻ പോവുക. ആ വിഷയത്തിനൊരു എൻഡ്, ഒരു തീർപ്പ് കർത്താവ് കൽപ്പിക്കാൻ പോകുന്നു. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഹല്ലേലൂയ. കണ്ണുകളടയ്ക്കാം. ഈ വചനം നിങ്ങൾ വീണ്ടും ഉരുവിടുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. ആമേൻ, സ്തോത്രം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 10-ാം വാക്യം. നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആര്? ഒരു ചോദ്യമാണ്. എന്നിട്ട് അടുത്തത് പറയുക, തനിക്ക് പ്രകാശമില്ലാതെ, അതായത് കൂരിരുളിൻ്റെ അവസ്ഥയാണെങ്കിലും കഷ്ടതയുടെ നടുവിലാണെങ്കിലും തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ. അവന് പ്രകാശമില്ല, അന്ധകാരത്തിൻ്റെ അവസ്ഥ പോലെ, കൂരിരുളിൻ്റെ അവസ്ഥ പോലെ, പ്രതികൂലത്തിൻ്റെ അവസ്ഥ, കഷ്ടതയുടെ നടുവിലാണ് അവനായിരിക്കുന്നതെങ്കിലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തൻ്റെ ദൈവത്തിൽ ചാരിക്കൊള്ളട്ടെ. കാരണം എന്താ? കാരണം കഷ്ടതയുടെ നടുവിൽ നടന്നാലും എന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ കൈനീട്ടുന്ന ഒരു ദൈവം, എന്നെ വലം കൈനീട്ടി രക്ഷിച്ച് എനിക്ക് സമാപ്തി വരുത്തുന്ന ഒരു ദൈവം. കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് നിന്റെ ജനത്തോട് കൈമാറിയ ദൈവിക ശബ്ദത്തിനായി നന്ദി. ഇവരുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേടുകളിൽ ഏടുകളിൽ ഇവർ ഭാരത്തോടെ ആയിരിക്കുന്നുവോ അവിടങ്ങളിലൊക്കെ ഈ വചനം 100 മേനി ഫലമായി തീരട്ടെ. ഇവർക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം അങ്ങാണല്ലോ. കഷ്ടതയുടെ നടുവിൽ നിന്ന് ഇവരെ ഉദ്ധരിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. ദൈവകൃപ കൂടെ ഇരിക്കണം. അധികം ദൈവത്തിന് വേണ്ടി മുന്നേറാൻ സഹായിച്ചാട്ടെ. ആമേൻ, ആമേൻ. അങ്ങത് ചെയ്യുകയാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കണം പിതാവേ. ആമേൻ.